ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ലോകത്തുടനീളമുള്ള ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതിയ പ്രമേയം അവതരിപ്പിക്കാനൊരുങ്ങി RSS. ബംഗളൂരിലെ ചന്നഹള്ളിയിൽ മാർച്ച് 20 മുതൽ 21 വരെ ചേരുന്ന RSS വാർഷിക കോൺഫറൻസിൽ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കുമെന്നാണ് വിലയിരുത്തലുകൾ. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കേണ്ട പരിപാടികളായിരിക്കും യോഗത്തിന്റെ പ്രധാന പ്രമേയം. അടുത്ത 100 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും എന്തൊക്കെയാണ് സംഘടന ലക്ഷ്യമിടേണ്ടതെന്നും ഈ യോഗം വിശദമായി പരിശോധിക്കുമെന്നും റിപ്പോർട്ടുകൾ. വാർത്തകൾ വിശദമായി. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായ കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധിയെ വധിച്ചവരുടെ മാനസികാവസ്ഥയിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ഈ വിദ്രോഹ സമീപനത്തിന് പിന്നിലുള്ളവരെന്നും ഇത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാവില്ലെന്നും കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് പോലുള്ള നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ RSS BJP പ്രവർത്തകർക്കെതിരെ കേസ്. നെയ്യാറ്റിൻകര പോലീസാണ് സ്വമേധയാ കേസെടുത്തത്. വിഷയത്തിൽ ജനാധിപത്യപരവും നിയമപരവുമായ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത്. വഴി തടഞ്ഞതിനും തുഷാർ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധി തടഞ്ഞ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര നഗരസഭയിലെ BJP കൗൺസിലർ മഹേഷ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രസംഗത്തിൽ തുഷാർ ഗാന്ധിക്കെതിരെ കലാപശ്രമത്തിനും വിദേശ പ്രസംഗത്തിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പരാതി. തുഷാർ ഗാന്ധിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ 2 പേരാണ് പരാതിക്കാർ. നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതിയിൽ സംഘാടകർക്കൊപ്പം ചേർന്ന് കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നും വിവാദ പ്രസംഗം നടത്തിയെന്നുമാണ് പരാതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന CPM നേതാവ് K. രാധാകൃഷ്ണൻ MPക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിന്റെ ഭാഗമായാണ് ED സമൻസ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്ന വേളയിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു K. രാധാകൃഷ്ണൻ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനനുബന്ധിച്ചുള്ള സെക്കൻഡ് A അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അന്തിമ പട്ടികയിൽ 87 പേർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയത് 6 പേരെ മാത്രം. നോ ഗോ സോൺ പരിധിയിൽ ഉൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലാത്ത വീട്ടുടമസ്ഥരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്തിമ പട്ടികയിൽ പരാതി ഉള്ളവർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ സമീപിക്കാം. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി സ്മാർട്ട് കാർഡ് പുറത്തിറക്കിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഇതിലൂടെ ദുരന്തബാധിതർക്ക് സഹായങ്ങൾ വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കും. ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ 1000 രൂപ കൂപ്പൺ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന തൊഴിൽ വിസ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ജാഗ്രത പുലർത്തുമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ യുവജന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുഗാന്ധി സമാഗമ ശതാബ്ദിയോടനുബന്ധിച്ച് KP സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത CPM നേതാവ് G. സുധാകരനെതിരെ സൈബർ ആക്രമണം. കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെയാണ് ഇടത് സൈബർ പ്രൊഫൈലിൽ നിന്ന് വിമർശനം ഉയർന്നത്. പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് വിമർശനം ഉയരുന്നത്. സംസ്ഥാനത്തെ പാതയോരങ്ങൾ സ്ഥാപിച്ച അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സംബന്ധിച്ച കേസിൽ അന്തിമ ഉത്തരവിറക്കി ഹൈക്കോടതി. ഇക്കാര്യത്തിൽ സർക്കാരും കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവുകൾ കർശനമായി നടപ്പാക്കണം. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഉറപ്പുവരുത്തണം. തദ്ദേശ സ്ഥാപന ജോയിന്റ് ഡയറക്ടർക്കായിരിക്കും ഇക്കാര്യത്തിൽ ഏകോപന ചുമതലയെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ട്. യാക്കോബായ സഭയുടെ അധ്യക്ഷന്റെ വാഴിക്കൽ ചടങ്ങ് സഭാ തർക്കത്തിലെ സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്ന് ഓർത്തഡോക്സ് സഭ. കോട്ടയം ഭദ്രാസനൻ യുഹോന്നോർ മാർ DS കോറസ് മെത്രോപൊലിത്ത കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ബംഗളൂരിൽ മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹം ആരോപിച്ച കുടുംബാംഗങ്ങൾ. തൊടുപുഴ ചിറ്റൂർ സ്വദേശി ലിബിൻ തലയിലേറ്റ മുറിവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് എന്നായിരുന്നു കൂടെയുള്ളവർ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ മുറിവിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ലിബിന്റെ സഹോദരി പറഞ്ഞു. മലപ്പുറത്ത് തെരുനായയുടെ ആക്രമണത്തിൽ 8 പേർക്ക് പരിക്ക്. ബുധനാഴ്ച രാവിലെ മുതൽ വിവിധ ഇടങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കി 7 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രക്താർബുദ ചികിത്സയ്ക്കിടെ രോഗിയായ കുട്ടിക്ക് എയ്ഡ്സ് ബാധിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിനും സർക്കാർ നഷ്ടപരിഹാരം നൽകുമോ എന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. തലശ്ശേരിയിൽ BJP CPM സംഘർഷം ഉണ്ടായപ്പോൾ ഇടപെട്ട പോലീസിനെ CPM ക്രിമിനൽ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയെന്നും ഈ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയെ CPM നേതാക്കൾ ബലമായി മോചിപ്പിച്ചുവെന്ന് ഇത് എന്ത് പോലീസാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ CPM ക്രിമിനലുകൾക്ക് എന്ത് അഴിഞ്ഞാട്ടവും നടത്താമെന്ന് തെളിയിക്കുന്നതാണ് തലശ്ശേരി സംഭവമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല.
മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി ഹാരിസന്റെ പക്കലുള്ള നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 13-കാരിയെ കാണാതായി. ആവണേശ്വരം കുളപ്പുറം കോട്ടൽ വീട്ടിൽ ഫാത്തിമ എന്ന പേരായ പെൺകുട്ടി എന്നാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത്. ഏപ്രിൽ മാസം മുതൽ KSRTCക്ക് പുതിയ ബസ്സുകൾ വരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. KSRTCയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര എയർ കണ്ടീഷൻ സ്ലീപ്പർ വിഭാഗത്തിലുള്ള ഹൈടെക് ബസ്സുകളാണ് വരാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കല കരുനിലക്കോട് സ്വദേശിയായ 57 വയസ്സുള്ള സുനിൽ ദത്ത് വെട്ടേറ്റ് മരിച്ചു. സുനിൽ ദത്തിന്റെ സഹോദരി ഉഷാകുമാരിക്കും തലയ്ക്ക് വെട്ടേറ്റ്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ഉഷാകുമാരിയുടെ ഭർത്താവായ ഷാനിയും സുഹൃത്തും മനുവും മറ്റൊരു യുവാവും ചേർന്നാണ് ആക്രമിച്ചത്. സുനിൽ ദത്തിന്റെ കാലിനും തലയ്ക്കുമാണ് വെട്ടേറ്റത്. ഉഷാകുമാരിക്കും ഷാനിയും അകന്നു കഴിയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് കരുതുന്നത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ. താന്നി സ്വദേശി വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം പെരുങ്ങോട്ടുകരയിലാണ് സംഭവം നടന്നത്. കോന്നിയിൽ പ്രതിരോധ കുത്തിവെപ്പെടുത്താൻ 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതിന് കാരണം ആശുപത്രിയുടെ വീഴ്ചയല്ലെന്ന് വിശദീകരണമായി കോന്നി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗൈസ്. കുഞ്ഞിനെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഡോക്ടർ കുത്തിവെപ്പെടുത്തത്. കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് തളർച്ച അനുഭവപ്പെട്ട കുഞ്ഞ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തകഴിയിൽ അമ്മയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു. കേളമംഗലം സ്വദേശി പ്രിയ, മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് ട്രെയിന് മുന്നിൽ ചാടിയത്. ആത്മഹത്യയെന്നാണ് സൂചന. ത്രിഭാഷ പദ്ധതി അടക്കം കേന്ദ്ര സർക്കാരുമായി പോര് തുടരുന്നതിനിടെ സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം ഒഴിവാക്കി തമിഴ്നാട് സർക്കാർ. പകരം തമിഴ് അക്ഷരം ഉപയോഗിക്കാനാണ് തീരുമാനം. ഉത്തരേന്ത്യയിൽ ഒരു സ്ത്രീക്ക് 10 പുരുഷന്മാരെ വരെ വിവാഹം ചെയ്യാമെന്ന വിവാദ പരാമർശമായി തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ. തമിഴ്നാട് കരൂരിലെ ക്ഷേത്രത്തിൽ എച്ചിൽ ഇരയിൽ ശയനപ്രദർശനം ചെയ്യുന്ന ആചാരം വിലക്കി മദ്രാസ് ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ ബോർഡ് പരീക്ഷകൾ തീർത്തും സുതാര്യമായി നടപ്പാക്കിയെന്ന് സർക്കാർ. ബുധനാഴ്ച പൂർത്തിയാക്കിയ ബോർഡ് പരീക്ഷകൾ കോപ്പിയടി രഹിതമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നാണ് UP സർക്കാർ അവകാശപ്പെടുന്നത്. ഹോളിക്ക് ദേഹത്ത് വർണ്ണപ്പൊടികൾ എറിയുന്നത് തടഞ്ഞ 25 അതിക്രൂരമായി കൊലപ്പെടുത്തി 3 സംഘം. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം നടന്നത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഷാമ്പയിനും വൈനും 200% തിരിവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത്. ഉക്രൈനിൽ 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഉപാധികളോടെ തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. വനിതാ പ്രീമിയർ ലീഗ് എലിമിനേറ്ററിൽ ഗുജറാത്ത് ജെയിൻസിനെ 47 റൺസിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് ഫൈനൽ. നാളെ നടക്കുന്ന ഫൈനൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ബാബ രാംദേവിന്റെ ഉടമസ്ഥയിലുള്ള പതഞ്ജലി ആയുർവേദ ജനറൽ ഇൻഷുറൻസ് രംഗത്തേക്കും കടക്കാനൊരുങ്ങുന്നു. മലയാളി താരം രാജീവ് പിള്ളയെ നായകനാക്കി സൂര്യൻജി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ഡെക്സ്റ്റർ സിനിമയിലെ പുതിയ ഗാനം റിലീസായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.